പ്രൈസ് കിട്ടിയ പ്ലേറ്റും ഗ്ലാസും മറ്റേ കപ്പെല്ലാം ഉണ്ടാവും അലമാരയിൽ അട്ടി വെച്ചിട്ട് ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ വീട്ടിൽ ആരാൻ്റെ വൃത്തികെട്ട പഴയ കുപ്പി പിന്നെ സ്റ്റീലിന്റെ ഗ്ലാസ് ചായ കുടിക്കും. ആരും വരാനില്ല. നിങ്ങളുടെ വീട്ടിലെ VIP നിങ്ങളാ. അവിടുത്തെ ഏറ്റവും നല്ല പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുക, ഏറ്റവും നല്ല വസ്ത്രങ്ങൾ. വീട്ടിലിരുന്നാലും വേടിയും പോകുന്നുണ്ടെങ്കിൽ മാത്രം ഇടേണ്ടതാണോ നല്ല ഡ്രസ്സ്? വീട്ടിലിരിക്കുമ്പോ പിന്നെ വീട്ടിൽ നിന്ന് എന്താ നല്ല ഇട്ടാല്? എന്റെ നാട്ടില് മാലൂര് ഒരു കാതറാജി ഉണ്ട്, വലിയ കൊലപ്പാട്ടക്കാരനാണ്, ഈ നേന്ത്രക്കൊലേന്റെ പാട്ടക്കാരൻ. ഇയാൾ ഒരു ദിവസം കാഞ്ഞങ്ങാട് വെച്ച് കണ്ട് കാതറാജി നോക്കുമ്പോ കംപ്ലീറ്റ് കറ വരങ്ങിയിട്ടുള്ള ഒരു ചാർട്ടും മുണ്ടു. ഞാൻ ചോദിച്ചു, അല്ല കാതറാജിക്ക് നിങ്ങൾ എത്ര വലിയ പൈസക്കാരനാ, എന്നിട്ട് ഇങ്ങക്ക് മര്യാദയ്ക്ക് ഒരു ഷർട്ടും മുണ്ടും ഇട്ടൂടെ ഇങ്ങക്ക്? അപ്പൊ കാതറാജിക്കാ പറയാ, ഞാൻ ഈടെ ആയിരിക്കാ മോനെ അറിയാവുക, ഈടെ ഞാൻ നല്ല ഇട്ടിട്ട് എന്താ കാര്യോ? നല്ല ഇട്ടിട്ട് എന്താ കാര്യം? അന്നെ ഈടെ ആർക്കും അറിയാവോ? ഇല്ല. ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോ കൂത്തുപറമ്പിൽ ഇതേ വസ്ത്രം ഇട്ടിട്ട്. ഞാൻ ചോദിച്ചു, അല്ല കാഞ്ഞങ്ങാടെന്ന് പറഞ്ഞു, നിങ്ങൾ ഈടെ ആയിരിക്കും അറിഞ്ഞൂടാ? ഈടെ ഇങ്ങക്ക് എല്ലാവർക്കും ഇങ്ങളെ അറിയില്ലേ? പിന്നെന്താ നിങ്ങൾ അത് തന്നെ ഇട്ട്? അന്നേരം അയാൾ പറയാം, അതെ ഈടെ എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്തത്, പിന്നെ ഈ കുപ്പായം കണ്ടിട്ട് തന്നെ ഈടെ എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്തത്. ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കാട്ടാനല്ല, നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നത് നാട്ടുകാരെ കാണിക്കാനല്ല, എന്റെ സംതൃപ്തിക്കാൻ. നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ? അതുകൊണ്ട് നല്ലതെല്ലാം എടുത്തണിയുക. പണം ഉപയോഗിച്ചിട്ട് ഫലപ്രദമായി നിങ്ങൾ എൻ്റെ അടുത്ത തലമുറക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കും. മര്യാദക്കൊന്നും തിന്നാണ്ട്, മര്യാദക്കൊന്നും ചെലവാക്കാണ്ട് സൂക്ഷിച്ച് വെക്കും. എന്നിട്ടോ നിങ്ങൾ 5 ലക്ഷം ഉറുപ്പിയുണ്ട് എൻ്റെ അക്കൗണ്ടിൽ എന്നെല്ലാം പറഞ്ഞാൽ പിള്ളേർക്ക് മൂക്കിൽ വലിക്കാനില്ല. അത് നാട്ടിലൊരു ചൊല്ലില്ലേ, ഉറുമ്പ് അരിച്ചു കൊണ്ടുവച്ചത് കാക്കക്ക് ഒരു കോരലിനെ ഉള്ളൂന്ന്. പിള്ളേർക്ക് കഴിഞ്ഞ ദിവസം ഇരുട്ടിന്ന് ഒരു രക്ഷിതാവ് പറയാ, എന്നോട് മോൻ ചോദിക്കുക, ലുലു മാളിൽ ടൂർ പോയിക്കോട്ടെ, ആയിക്കോട്ടെ, എത്ര പൈസ വേണ്ട? 1 ലക്ഷം ഉറുപ്പിയാന്ന്. 1 ലക്ഷം ഉറുപ്പിയ ടൂർ പോയാൽ? 1 ലക്ഷം ഉറുപ്പിയ ഇല്ലാണ്ട് ആടെ പോയിട്ട് എന്തെന്ന് വാങ്ങാനാണ്? പിള്ളേർക്ക് ഇതൊന്നും വലിയ പൈസയല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചെലവാക്കാതെ വെച്ചിട്ട് വെറുതെ ജന്മം നശിപ്പിക്കല്ല. അടുത്ത ജന്മത്തിൽ സുഖമായിട്ട് അയക്കൂറിയും ആഗോലിയും കൂട്ടി ചോറ് തിന്നാ ഇപ്പൊ ആനക്ക് മതി എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കും. ഇതുവരെ ഒരു പള്ളിയിൽ അച്ഛനും ഉസ്താദും സ്വാമിയും മരിച്ചിട്ട് ആടെ പോയിട്ട് ഈടെ ഇങ്ങനെയാന്ന് വാട്സപ്പിൽ അയച്ചു തന്നെ. നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയുമില്ല. വീടെന്ന് ഊഹം വെച്ചടിച്ചു വിടുന്ന. ആകാശത്ത് അത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? 48,37,23,412 നക്ഷത്രമുണ്ട്. കൃത്യം എല്ലാം കണ്ണിക്കോ, ആർക്ക് എണ്ണാൻ പറ്റൂ? അതുകൊണ്ട് എന്തും പറയാലോ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഒരു പിടിയും ഇന്നോളം ആർക്കും പിടികിട്ടിയില്ല. അതുകൊണ്ട് അവിടെ സ്വർഗം, അവിടെ ജന്നത്തുൽ ഫിർദൗസ്, അവിടെ പിന്നെ പറുദീസയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇരുന്നവരാ. ഇവിടുന്ന് പറഞ്ഞ പോയവരൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടുന്ന് പറഞ്ഞ. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം ഇതുവരെ നമ്മൾ ഒരുപാട് അനുഭവിച്ചു, കഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു ഭാഗ്യം നിങ്ങൾ നോക്കുക. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ശപിക്കേണ്ട. നമ്മൾ മഹാഭാഗ്യവാന്മാരാ. നമുക്ക് പഴയ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗ്രാമീണതയുടെ ആ തോട്ടില് തോർത്തിട്ട് മീൻ പിടിച്ച് പരൽമീന് പിടിച്ച ആ അനുഭവം നമുക്കില്ലേ? പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യകിരണങ്ങളേറ്റിട്ട് മുറ്റത്തെ വയലിലെ വരമ്പിലെ പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളികൾ ചുവന്നു വരുന്നത് കണ്ടിട്ട് ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നോ പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്ന് പാട്ടുപാടാൻ ആ പാട്ട് കേട്ടിട്ട് പുഴ നീന്തി പൂങ്കുന്നു ചുറ്റുന്ന കാറ്റിന്റെ അകതാരിൽ കസ്തൂരി ഗന്ധം അനുഭവിച്ചുകൊണ്ട് പുഴയിൽ നീന്തി കുളിക്കാൻ, കുളത്തിൽ കുളിക്കാൻ, പച്ചവെള്ളം പാളയിൽ വെള്ളം വലിച്ചിട്ട് നെല്ലിക്ക ചവച്ചിട്ട് കയ്യിൽ ഒഴിച്ചു തരുമ്പം കുടിക്കുമ്പോ ആ നെല്ലിക്കയുടെ മധുരം ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? അതും ആസ്വദിക്കാൻ പറ്റി. ആധുനിക ടെക്നോളജിയുടെ സുഖങ്ങളും ആസ്വദിക്കാൻ പറ്റി. ബിരിയാണി തിന്നാൻ പറ്റി, നല്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റി, നമുക്ക് നല്ല നല്ല സുഖം AC റൂമിൽ കിടക്കാൻ പറ്റി, നല്ല നല്ല വാഹനങ്ങൾ കാണാൻ പറ്റി. നമ്മൾ രണ്ടും അനുഭവിച്ചവരാ. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും രണ്ടും അനുഭവിച്ച ഭാഗ്യവാന്മാരാ നമ്മള്.
നമ്മുടെ അച്ഛനമ്മമാർക്ക് പുതിയതിന്റെ സൗന്ദര്യവും പുതിയതിന്റെ സൗകര്യവും ഒന്നും കിട്ടിയിട്ടില്ല. അവര് നടന്നിട്ടാ പോയേ. അവർക്ക് മര്യാദയ്ക്ക് ചെരുപ്പുണ്ടായിരുന്നില്ല. അവർക്ക് ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുമായിട്ടാണ് അവര് മരിച്ചുപോയത്. മരിക്കാത്തവരുണ്ടെങ്കിൽ അവര് ഭാഗ്യവാന്മാര്. എന്നാൽ നമ്മുടെ പ്രപിതാമഹന്മാർക്ക് ആധുനികതയുടെ സൗകര്യം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ പുതിയ തലമുറയിലെ ഫ്രീക്കന്മാരില്ലേ, ഫ്രീക്കന്മാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഫ്രീക്കന്മാർ എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലെ? അരക്കൊടുക്കുന്ന പാന്റ് ചന്തിന്റെ അടിയിലാക്കി കൊടുക്കുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ? അത് തന്നെ ഫ്രീക്കന്മാർ. മുടിയെല്ലാം ഇങ്ങനെയാക്കിയിട്ട് വെള്ളനരി ചെത്തിയ പോലത്തെ മുടിയാക്കിയിട്ട് നടക്കുന്ന ഈ ഫ്രീക്കന്മാർക്ക് പഴമയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ബാല്യകാലത്തിലെ ബന്ധങ്ങളുണ്ടോ? സൗഹൃദ ബന്ധങ്ങളുണ്ടോ? ഒന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ രണ്ടും കണ്ടവരാ. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് ഇതുവരെയില്ല ആ ജീവിതം സാർത്ഥകമാണ്. ഇനിയും സാർത്ഥകമാക്കണമെങ്കിൽ നല്ല ഈ മത്തി അയിലയും മാത്രമല്ല, നല്ല നല്ല മീനുണ്ട്, നല്ല നല്ല ഭക്ഷണമുണ്ട്, നല്ല നല്ല യാത്രകൾ പോകണം. യാത്ര പോകാൻ എന്തിനാ? ആരുടെ സഹായം? പൈസ അട്ടിവെക്കണ്ട. കിട്ടിയ ചാൻസിന് ഒന്ന് മൈസൂര് പോയിട്ട് വന്നൂടെ? പൈസ ഞാൻ തരാ, എന്നെ കൂട്ടി മൈസൂര് പോയിട്ട് വന്നൂടെ? ഒന്ന് തിരുവനന്തപുരം പോയിട്ട് വന്നൂടെ? ഒന്ന് എറണാകുളത്തേക്ക് വിമാനത്തിൽ മരിക്കുന്ന ഇടയ്ക്ക് ഈ ജന്മത്തിൽ വിമാനത്തിൽ കയറാണ്ട് പിന്നെ അടുത്ത ജന്മത്തിലെ കാര്യങ്ങള് മട്ടന്നോട് നിന്ന് എറണാകുളത്തേക്ക് ഒന്ന് വിമാനത്തിൽ, തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിമാനത്തിൽ പോവാ. 2 മാസം മുമ്പേ ബുക്ക് ചെയ്താ 2000 ഉറുപ്പ്യക്ക് പോവാ. അവിടെ പോയിട്ട് ഇങ്ങോട്ട് ട്രെയിനും വന്നൂടെ? വിമാനത്തിലൊന്ന് കയറിക്കൂടെ എന്ന് അല്ലേ? വിമാനത്തിലൊന്ന് കയറിക്കൂടെ? എന്റെ അമ്മേനെയും എന്റെ ഭാര്യന്റെ അമ്മേനെയും ഞാൻ വിമാനത്തിൽ കൂട്ടിയിട്ട് പോയി. ഞാൻ ബാംഗ്ലൂർ പോകുമ്പോ അവരെയും കൂട്ടി വിമാനത്തിൽ, ബോംബെ പോകുമ്പോ അവരെയും കൂട്ടി വിമാനത്തിൽ. അവർക്കുണ്ടാവില്ല ഒരു ആഗ്രഹം. അതൊക്കെ പൂർത്തീകരിക്കണം. അതുകൊണ്ട് ജീവിതം ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസ മധുരം. എന്തുകൊണ്ടാ? ഇന്നോ നാളെയോ വിളക്കു കേടും പിന്നെയോ ശൂന്യമാം അന്ധകാരം കാവ്യ പുസ്തകമല്ലോ ജീവിതം. ജീവിതത്തെ കാവ്യ പുസ്തകമാക്കാൻ പണത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. നമ്പർ 1. നമ്പർ 2, കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കുക. നിങ്ങളെ വീട്ടുകാരും അയൽവാസികളും സുഹൃത്തുക്കളും നാട്ടുകാരുമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പെല്ലാം ഉണ്ടാവുമല്ലോ. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇങ്ങനെ വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം വാട്സപ്പാ അല്ലേ? വീണ്ടും ഒന്ന് കണ്ടൂടെ? അന്ന് പ്രേമം തോന്നി ഒരുപാട് പെണ്ണുണ്ടാവും, ഒരുപാട് ചെക്കനുണ്ടാവും. പക്ഷെ മിണ്ടാൻ പേടിയാ. അതിന്റെ കാരണം എന്താ? ആരാദ്യം പറയും. ഇതുകൊണ്ടാ പലതും മിണ്ടാത്ത. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എന്റെ കൂടെ പഠിച്ചൊരു പെണ്ണ് ഇങ്ങനെ നിന്ന് ഞങ്ങളിങ്ങനെ തമാശ പറയുമ്പോ പറഞ്ഞു, നീ അറിയടോ, UP 7ാം ക്ലാസ് പഠിക്കുമ്പോ 3 പഠിപ്പിസ്റ്റുകൾ, ഞങ്ങളുടെ ക്ലാസ്സിൽ 3 പഠിപ്പിസ്റ്റ് പെൺകുട്ടികളുണ്ടായിരുന്നു. ഇവര് 3 ആളും കൂടി 3 ആളെ പ്രേമിക്കാൻ തീരുമാനിച്ചു. 7ാം ക്ലാസ്സിലെ പെൺകുട്ടികൾ നമുക്ക് അറിയില്ല. എന്നിട്ട് ആരെയാ പ്രേമിക്കാം? തർക്കായി. അവസാനം നറുക്കിട്ടിട്ട് ഒരാളെ കണ്ടെത്തി പോലും. എന്നിട്ട് പ്രേമിച്ചിന്. ഞാൻ പറഞ്ഞു, മഹാഭാവി അന്നൊരു വിവരം പറഞ്ഞെങ്കിൽ നമ്മളിത് അറിയണ്ടെന്ന്. നമ്മളറിയില്ലല്ലോ ഇത്. പക്ഷെ അതല്ല, ഇപ്പൊ ധൈര്യത്ത് പറയാം അല്ലേ? അന്നിന്നെ ഞാൻ പ്രേമിച്ചതിനും കേട്ടാ എന്നെല്ലാം ധൈര്യത്ത് പറയാം. ഇപ്പൊ നമുക്ക് കൂട്ടുകാരോട് സംവദിക്കാം, ഹൃദയം തുറന്ന് സംവദിക്കാൻ. അതിന് സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ്? കുടുംബ ബന്ധങ്ങൾ, അയൽവക്ക ബന്ധങ്ങൾ സോഫ്റ്റനാക്കുക. അപ്പൊ സോഫ്റ്റനാക്കിയാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആശയവിനിമയം പൂർണ്ണമായി കഴിഞ്ഞാൽ തൃപ്തി അടയുന്നവനാണ് മനുഷ്യൻ. നമുക്കെന്തോ പറയാനുള്ളത് പറയാ. സന്തോഷം ചിരിച്ചിട്ടും സങ്കടം കരഞ്ഞിട്ടും രേഖപ്പെടുത്തുക. ഈ കരയാനും ചിരിക്കാനും മടിച്ച് മസിൽ പിടിക്കുന്നവരെ ഹാർട്ട് അറ്റാക്കായി മരിച്ചു പോകുന്നു കേട്ടാ. നിങ്ങൾ നോക്കിയാട്ടെ, പെണ്ണുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറവല്ലേ? ആണുങ്ങൾക്കല്ലേ അധികം ഹാർട്ട് അറ്റാക്ക്. എന്താ പെണ്ണുങ്ങൾക്ക് ഹാർട്ടില്ലേ? അവർ കരയാനുള്ള ഒരു ചാൻസ് കളയൂല. അതുകൊണ്ടാ നമ്മളെ നാട്ടിലല്ലോ ഒരു മരണപ്പെട്ട വീട്ടിൽ മിനിമം 5 ട്രിപ്പ് കരയും പെണ്ണുങ്ങൾ. മരിച്ചപാടൊന്ന് കുറേ കരഞ്ഞ് കട്ടൻ കാപ്പിയെല്ലാം കുടിച്ച് പിന്നെ സമാധാനത്തിൽ ഇരിക്കുമ്പോൾ അനിയത്തി വന്ന് ഓള് കരയുമ്പോൾ ഒന്നിച്ച് കരഞ്ഞു കൊടുക്കണ്ടേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ആങ്ങളെ വന്ന് ഓനെ കാണുമ്പോൾ ഒന്ന് കരയണ്ടേ? അവസാനം കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു കരച്ചിൽ, കൊയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കരച്ചിൽ. 5 ട്രിപ്പായി. ആണുങ്ങൾക്ക് എന്താ സങ്കടമില്ലേ? സങ്കടത്തിലാണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. സങ്കടം എല്ലാവർക്കും ഒരുപോലെ വരും. പക്ഷെ സങ്കടം പ്രകടിപ്പിക്കാൻ എന്താ മാർഗം? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, കണ്ണിന്ന് വെള്ളം ഒലിപ്പിക്കുക. പക്ഷെ സൃഷ്ടിയിൽ പറ്റിയൊരു അബദ്ധം എന്താണെന്നറിയോ? കണ്ണിന് മൂക്കിനും കൂടി ഒരു ഗേറ്റേ ഉള്ളൂ.
കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൂക്കിലൂട്ട വെള്ളം വരും. അന്നേരം മൂക്കിലെ വെള്ളം വലിച്ചു കയറ്റുമ്പോ അപ്പുറം ഇപ്പുറമുള്ള ആള് ശ്രദ്ധിക്കടാ ഇയാൾ എന്തിനാ കരയുന്നു. അതുകൊണ്ട് ഡീസന്റ് പോയി പോന്ന് പേടിച്ചിട്ട് ആണുങ്ങൾ സങ്കടം വന്നാ കരയാതെ വിഴുങ്ങും, നെഞ്ചു കെട്ടി ചത്തു. ചിരിക്കാൻ മുട്ടിയ ചിരിക്ക്, കരയാൻ മുട്ടിയ കരയ്. എന്തിനു മടിക്കുന്നു? വികാരങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ മനസ്സിലുള്ളത് മറ്റുള്ളവരോട് സംവദിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ലേ, ആ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷം മക്കളോട് എങ്ങനെയാ സോഫ്റ്റനാക്കി? SOFTEN, അതിന്റെ ഫുൾ ഫോം എന്താ? എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കുക. രാവിലെ തന്നെ എണീറ്റ് വരുമ്പോ അച്ഛാ ചായ എന്ന് പറഞ്ഞിട്ട് കുട്ടി കൊണ്ടുത്തരുമ്പം മുഖം കറുപ്പിച്ചിട്ടല്ല, ഒന്ന് പുഞ്ചിരിച്ചൂടെ? മക്കളെ വിളിക്കുമ്പോ രാവിലെ തന്നെ അട്ടഹാസ കേൾക്കുന്നേ രാവിലെ. കാരണം സ്കൂൾ ബസ് വരേണ്ട സമയമായി, കുട്ടികള് ഓർക്കേറ്റില്ല, അടുപ്പത്തൊന്നും ആയിട്ടില്ല. രാവിലെ തന്നെ അട്ടഹാസം കേട്ടിട്ട് രാക്ഷസനിയാ ഉണർത്തുന്നത്. പക്ഷെ പണ്ടല്ല, നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം വന്നിട്ട് മോനെ ഒരു ലയവില്ലേ, മോളെ ഒരു ലയവില്ലേ, ആ ലയത്തിൽ വിളിക്കും. ഉറങ്ങുന്ന കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കി കവിളത്തൊരു മുത്തം കൊടുത്ത്, പറ്റുമെങ്കിൽ കുപ്പായത്തിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പുറത്തൊന്ന് മാന്തി കൊടുക്ക്. പിള്ളറെ കൈമലാക്കാൻ ഏറ്റവും നല്ല സൂത്രം ഞാൻ പറഞ്ഞുതരാ, പുറത്ത് മാന്തി കൊടുത്താൽ മതി. കൈകൊണ്ട് കാലുകൊണ്ട് തലയോണ്ടെല്ലാം നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. ഒരു ഉപകാരം ഇല്ലാത്തൊരു സാധനമാണ് ഈ വെറുതെ ഒരുപാട് സ്പേസ് കളയുന്ന പുറം. അത് മാന്താൻ മാത്രം ഉള്ള എന്ന വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത്, പുറം ചൊറിയാനുള്ള. അവിടെ ഒന്ന് മാന്തി കൊടുക്കുക, എന്നിട്ട് അവരോട് മെല്ലെ പറയുക, അവരോട് പുഞ്ചിരിക്കുക. കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിലൊരു സ്കൂളിൽ മാഷ് ഒക്ടോബർ 1 വയോജന ദിനത്തിന് വയോജനങ്ങളെ സ്നേഹിക്കേണ്ട കാര്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ, നമ്മളെല്ലാം സ്ഥിരം പറയുന്ന ഒരു ക്ലീഷേ ചൊല്ലുണ്ടല്ലോ, ആ ചൊല്ല് പറഞ്ഞു. എന്താ ചൊല്ല്? പഴുത്തപ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും, പക്ഷെ പച്ചപ്ലാവിലെ അറിയണം നീയും ഒരു കാലം പഴുത്തു വീഴുമെന്ന്. അപ്പൊ ഒരു ചെക്കൻ ഒരു സംശയം, അല്ല മാഷെ ഒരു സംശയം. എന്താ? ഈ ചെക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെക്കനാണ്. ഈ ചെക്കനാണ് ബ്രഹ്മാവിന്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണനും, കൈമെന്നും ക്ഷത്രിയനും, തൊടയമെന്ന് വൈശ്യനെയും, കാലിന്റെ അടിയിൽ നിന്ന് ശൂദ്രനെയും സൃഷ്ടിച്ചു എന്ന് മാഷ് ക്ലാസ് പറഞ്ഞപ്പോ ഈ ചെക്കൻ ചോദിച്ച സംശയമുണ്ട്, മാഷെ ബ്രഹ്മാവിന്റെ ഭാര്യയല്ലേ സരസ്വതി? അതെ, പിന്നെ ഓക്കുന്നതിനും പണിയെന്നാ ചോദിച്ചേ. ഇയാള് കൈമെന്നും കാൽമെന്നെല്ലാം ഉണ്ടാക്കുമ്പോ. അതുപോലെ ഈ ചെക്കൻ ചോദിച്ച സംശയം എന്താണെന്നറിയോ? മാഷെ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാണ്ടിരുന്നാ പഴുക്കാണ്ടിരിക്കുവോ? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ നല്ലേ. മനസ്സിലായോ? ഒന്ന് പുഞ്ചിരിക്കുക. GST അടക്കണ്ടല്ലോ പുഞ്ചിരിക്കാൻ. കുടുംബത്തോട് നോക്കി പുഞ്ചിരിക്കുന്ന മുഖം, ആ പുഞ്ചിരി കാണുന്നവർക്കല്ല, പുഞ്ചിരിക്കുന്നവർക്കാണ് നേട്ടമുണ്ടാകുക, എനർജി ഉണ്ടാകുക. അറിയോ നിങ്ങൾക്ക്? ചിരിക്കുമ്പോൾ ചിരി കാണുന്നവർക്കല്ല, ചിരിക്കുന്നവർക്കാണ് അതിന്റെ നേട്ടമുണ്ടാവുക. അതുകൊണ്ട് സ്മൈൽ. ഇനിയുള്ള ജീവിതം എല്ലാ ദിവസവും പരമാവധി സ്മൈൽ. അതാണ് 2 SOFTEN, ഓപ്പൺ ഹേർട്ട്. ഹൃദയം തുറന്ന് വർത്താനം പറ. ഹൃദയം തുറക്ക്. അല്ലാതെ എന്തെങ്കിലും ചോദിച്ചാ മുണ്ടാണ്ടിരിക്കുക. ഈ പ്രായമുള്ള ചില ആളുടെ സ്വഭാവം മുണ്ടാണ്ടിരിക്കുക. എനിക്ക് അത് കിട്ടിയില്ല, എനിക്ക് ചോറിനെന്താ ആ കൂട്ടാത്ത തരാഞ്ഞ്, എനിക്കെന്താ ഒരു കഷ്ടം കുറഞ്ഞാഞ്ഞ് എന്നല്ലൊക്കെ മനസ്സിലുണ്ടാവും. അത് ചോർന്ന് ചോദിക്കണ്ടേ? മിണ്ടാണ്ടിരുന്നാൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. മിണ്ടാണ്ടിരിക്കൽ ഒരു സമരത്തിന്റെ മാർഗമാണല്ലേ. 1980കളിൽ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ഭർത്താവിനോട് സമരം ചെയ്തത് മിണ്ടാണ്ടിരുന്നില്ല, മിണ്ടൂല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ സമാധാനമായി. ഇതിപ്പോ ഓള് മിണ്ടാണ്ടിരിക്കുമ്പോൾ ഭർത്താവിന്റെ ഉള്ളിൽ നിന്ന് വേഗാത്ത ചേനക്കഷ്ണം പോലെ ഇടുന്നോ ചൊറിയും, മാന്താനാവുകയില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. മിണ്ടാണ്ടിരിക്കലല്ല, മിണ്ടുക. ഹൃദയം തുറന്ന് വർത്തമാനം പറയാ. ഹൃദയം തുറന്നിട്ട് തുറക്കുക. അതാണ് ഓപ്പൺ ഹേർട്ട്. ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയുക. മക്കളുടെ അടുത്തേക്ക് കുനിയുക. മക്കളുടെ മുന്നിൽ നമ്മൾ താഴാൽ മക്കൾ ഉയരുക. നമ്മുടെ ദൗത്യം മക്കളെ ഉയർത്തലല്ലേ. ഒരു കുട്ടി നിലത്ത് നിൽക്കുന്നു, നമ്മൾ കുട്ടീനെ എടുക്കണം. വാ മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നാ കുട്ടീനെ എടുക്കാനാവോ? നമ്മൾ കുട്ടിയോളം താണാലേ കുട്ടി നമ്മളോളം ഉയരൂ. നമ്മുടെ മക്കള് തോന്നിയാസികളായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ? നമ്മളല്ലേ. ഒരു മഴത്തുള്ളി ഏത് കടലിലാണ് ചെന്ന് ചേരേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ മഴത്തുള്ളിയല്ല, ആ മഴത്തുള്ളി വീണ കുന്നിന്റെ ചെരിവാ. വയനാട്ടിലേക്ക് പേരിയച്ചോരം വഴി പോയിട്ടുണ്ടോ? അങ്ങനെ പോകുമ്പോ പോന്ന വഴിക്കെല്ലാം മയിലിനെ കാണാം. 28-ാം മൈല്, 29-ാം മൈല്, 32-ാം മൈല്. ആ 32-ാം മൈലെത്തിയ പിന്നെ കുന്നിന്റെ മോന്തായത്തിലെത്തി, പിന്നെ അങ്ങോട്ടുള്ള ചെരിവ.
ഈ മൂന്തായത്തിൽ ഒരു മഴത്തുള്ളി വന്നാൽ ആ മഴത്തുള്ളി വീഴുമ്പോ ഒരിളം കാറ്റ് ഇപ്പുറത്തോ അപ്പുറത്തോ വീണാൽ എന്താ സംഭവിക്കുക? ഇപ്പുറത്ത് വീണ മഴത്തുള്ളി ഒഴുകിയിട്ട് 28 മൈൽ സെമിനാരി വില്ല വന്ന് വെള്ളറ കോളനി വഴി ആ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തൂട്ട് നെടുമ്പഞ്ചാല് പൂളക്കുട്ടി വഴി ഒഴുകിയിട്ട് അത് നേരെ തൊണ്ടി പാലത്തിന്റെ അടിയിലൂടെ പേരാവൂർ പാലത്തിന്റെ അടിയിലൂടെ നേരെ കൊട്ടിയൂർ ബാവലിപ്പുഴയായി ചേർന്നിട്ട് ഓടക്കടവ് പുഴ വഴി ആറളം പുഴയായിട്ട് പാലപ്പുഴയും ചേടിച്ച് പിന്നെ ഇരിട്ടി പാലത്തിന്റെ മേലെ വെച്ച് കൂട്ടുപുഴയായി ചേർന്നിട്ട് പാലത്തിന്റെ അടിയിലൂടെ പടിയൂരിന്റെയും എടക്കാനത്തിന്റെയും മധ്യത്തിലൂടെ അത് പഴശ്ശി ഡാമും കടന്ന് ഇരിക്കൂർ മാമാനത്ത് അമ്പലത്തിന്റെയും നിലാമുറ്റം പള്ളിയുടെയും പിറകിലൂടെ ചേടിച്ചേരി കടവും മുനമ്പം കടവിൽ വെച്ച് ശ്രീകണ്ഠപുരം പുഴയായി ചേർന്നിട്ട് നണിച്ചേരി കടവും കടന്ന് പറശ്ശിക്കടവിന്റെ മുന്നിലൂടെ കാട്ടാമ്പള്ളി വഴി വളവട്ടണം പാലത്തിന്റെ അടിയിലൂടെ അങ്ങ് മാട്ടൂലിന്റെയും അഴീക്കൽ ഫെറിയുടെ ഇടയിൽ അറബിക്കടലിൽ ചേരും ഒരു തുള്ളി. എന്നാൽ ഈ കാറ്റ് ഈ തുള്ളി വീഴുമ്പോ ഒരു ഇളം തെന്നൽ അപ്പുറത്താ വീണെങ്കിൽ ആ വെള്ളം ഒഴുകി ചന്ദനത്തോടാവും, തലപ്പുഴയാവും, ആലാറ്റിലാവും, പിന്നെ മഞ്ഞപ്പളുങ്കൻ മലയിലൂടെ മാനന്തവാടിപ്പുഴയിലൂടെ വള്ളിയൂർക്കാവിന്റെ മുന്നിലൂടെ അത് കുറുവാദ്വീപിൽ വെച്ച് പനമരം പുഴയുമായി ചേർന്നിട്ട് പിന്നെ കബനി നദിയാകും. കബനി നദി മാവിലാന്തോട് പഴശ്ശിരാജ വെടിയെ മരിച്ച മാവിലാന്തോടുമായി ചേർന്നിട്ട് കർണാടകത്തിലെത്തിയ കാവേരി നദിയാവും. മൈസൂര് കണ്ണമ്പാടി അണക്കെട്ടും കടന്നിട്ട് ഹൊസൂര് വഴി ഒഴുകിയിട്ട് തമിഴ്നാട്ടിലൂടെ കാവേരിപ്പൂം പട്ടണം എന്ന് പറയുന്ന തുറമുഖ പട്ടണത്തിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ചേരും ഒരു മഴത്തുള്ളി. ആ മഴത്തുള്ളിയല്ല തീരുമാനിച്ചത്, ആ കുന്നിന്റെ ചെരിവാണ്. നമ്മുടെ മക്കളുടെ മഹത്വം നിശ്ചയിച്ചത് നിങ്ങളാണ്. നിങ്ങളുടെ ഒരു തട്ട്, ഒരു നോക്ക്, ഒരു വാക്ക് ഒക്കെയാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് നിമിത്തമായത്. നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ രൂപപ്പെടുത്തിയത്. നിങ്ങളുടെ മക്കൾ ആരും തന്നെ ദുഷ്ടന്മാരായിട്ട് വന്നതല്ലല്ലോ. എല്ലാ കുട്ടിയും ജനിച്ചത്, ഞാൻ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനിട്ടത്, എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ ദൈവപുത്രന്മാരായിരുന്നു. പിന്നീട് അവർ ചെകുത്താന്റെ സന്തതികളായി പോകുന്നതിന് അവർ ഉത്തരവാദിയല്ല.